Hello, my dear students, my dear children. We are starting our part 3 class of chapter 6 Mass Movement for Freedom. നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1917 മുതലുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1917, 1918 നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ കണ്ടു. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി, ചമ്പാരൻ, ഖേദ ആൻഡ് അഹമ്മദാബാദ്. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ പഠിച്ചു. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു മാസ് മൂവ്മെൻ്റ് എന്ന് പറയാവുന്നത് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നമുക്കറിയാം 1919 നടന്ന ഏറ്റവും വലിയ ഒരു മസാക്കർ, അതായത് ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നു. അതിൻ്റെ പ്രൊട്ടസ്റ്റായിട്ടാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. അതേതായിരുന്നു? ചൗരി ചൗര ഇൻസിഡൻറ്റോടുകൂടി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്നോ അതിന് ശേഷമുള്ള ഹിസ്റ്ററി എന്തൊക്കെയാണ്, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ എന്തൊക്കെ സംഭവിച്ചു, ഗാന്ധിജിയുടെ പുതിയ സ്ട്രഗിൾസ് ഏതൊക്കെയായിരുന്നു, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളിനി കാണാൻ പോകുന്നത് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലെ പല കാര്യങ്ങളും സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവാർഡുകളൊക്കെ റിട്ടേൺ ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ആ കൂടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ലെജിസ്ലേറ്റീവ് അസംബ്ലീസും ബോയ്ക്കോട്ട് ചെയ്തു. എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെ ഇമ്പോർട്ടൻസ്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർ കൂടി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചെറിയ ചില പാർട്ടിസിപ്പേഷനൊക്കെ കൊടുത്തുകൊണ്ട് അവരെ കൂടി തങ്ങളോടൊപ്പം നിർത്താനുള്ളൊരു ശ്രമം നടന്നു. എന്നാൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു തീരുമാനമെടുത്തു. ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ ഇന്ത്യക്കാരെ ഇലക്ഷനോട് സഹകരിക്കേണ്ട, ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യണം, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആരും കണ്ടസ്റ്റ് ചെയ്യരുത്, ആരും മത്സരിക്കരുത്, ഇന്ത്യക്കാരതിനെ റിജക്റ്റ് ചെയ്യണം. അതായിരുന്നു കോൺഗ്രസ് എടുത്ത തീരുമാനം. എന്നാൽ ഈ തീരുമാനത്തെ എതിർത്ത ചില കോൺഗ്രസ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരാരൊക്കെയാണെന്നും അവരെന്താണ് ചെയ്തതെന്നും നമുക്കൊന്ന് നോക്കാം. അതാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഹൗ ഡിഡ് ദ പോളിസീസ് ഓഫ് സ്വരാജ് പാർട്ടി ഡിഫർ ഫ്രം ദോസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഗാന്ധിജി ലീഡർഷിപ്പിലേക്ക് എത്തിയതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പുതിയ ഗ്രൂപ്പ്, അതായത് ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ എന്താണ് ഈ സ്വരാജ് പാർട്ടിയുടെ പോളിസികൾ? അവർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അവർ എന്ത് ചെയ്തു? ആരൊക്കെയായിരുന്നു അതിൻ്റെ ലീഡേഴ്സ്? സ്വരാജ് പാർട്ടി കോൺഗ്രസ്സിൽ അതൃപ്തി തോന്നിയ, സാറ്റിസ്ഫൈഡ് അല്ലാത്ത പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പാർട്ടിയായിരുന്നു സ്വരാജ് പാർട്ടി. ഓക്കെ, ആ സ്വരാജ് പാർട്ടിയിലെ ലീഡേഴ്സൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ബോയ്ക്കോട്ട് ചെയ്യാനും ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യാനും എടുത്ത തീരുമാനത്തെയാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോയത്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ബോത്ത് ഇലക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വെയർ ബോയ്ക്കോട്ടഡ്. അപ്പോൾ എല്ലാം ബോയ്ക്കോട്ട് ചെയ്ത കൂട്ടത്തിൽ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്ത് ചെയ്തു? ദേ boycott elections and legislative assemblies. Some leaders opposed this strategy formed by Swaraj Party. ഈ സ്ട്രാറ്റജിയെ എതിർത്ത ലീഡേഴ്സാണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. So some leaders they opposed the idea of boycotting elections and legislative assemblies and they formed a new party, Swaraj Party. C.R. Das and Motilal Nehru were the leaders. ഈ മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫാദറാണ്. C.R. ദാസ് ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ലീഡറായിരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ഫോർമേഷന് വേണ്ടി തീരുമാനിച്ചതും അതിൻ്റെ ടോപ്പ് ലീഡേഴ്സും. C.R. Das and Motilal Nehru were the leaders of Swaraj Party. Their aim was to utilize the legislative assemblies as forums to
വോയിസ് പൊളിറ്റിക്കൽ ഡിസെൻറ്റ്. അവരുടെ ഐഡിയ എന്തായിരുന്നു? നമ്മൾ ഒരു കാരണവശാലും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ബോയ്കോട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ പൊളിറ്റിക്കൽ ഡിസെൻറ്റ്, ഇന്ത്യക്കാരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അതൃപ്തികൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഒരു ഫോറം ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. അതിനെ ബോയ്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോയിസ് ഇല്ലെന്നാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ബോയ്കോട്ട് ചെയ്യുന്നത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് CR ദാസും മോത്തിലാൽ നെഹ്റുവും കരുതി. ഓക്കെ, their aim was to utilize the legislative assemblies as forums to voice political dissent. അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷനെ, ഡിസെൻറ്റിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫോറമായിട്ട് നമ്മൾ ഏതിനെ കരുതണം? ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനെ കരുതണം. അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ കിട്ടിയ അവസരം ഉപയോഗിക്കണമെന്നായിരുന്നു CR ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ ഐഡിയ. So they formed a new party, Swaraj Party. They participated in the elections and become members of legislative assemblies and criticized the government. അവരെന്താണ് ചെയ്തത്? They participate. This CR Das and Motilal Nehru and other members of the Swaraj Party, their followers, they participate in the election and they contest in the election and they became the members of the legislative assembly and criticize the government. അപ്പോൾ അവർ ഇലക്ഷനിൽ മത്സരിക്കുകയും ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോവുകയും അത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ മെമ്പേഴ്സായി മാറുകയും അങ്ങനെ നമ്മുടെ ഡിസെൻറ്റുകളെ, നമ്മുടെ പൊളിറ്റിക്കൽ ഡിസെൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. ദേ ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കാനല്ല, നമ്മൾക്ക് ഒരു വോയിസ് അവിടെ കിട്ടും എന്നുള്ളതായിരുന്നു CR ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഐഡിയ. ഓക്കെ, ആ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ ആളുകൾ രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. ഇതാണ് ചിത്തരഞ്ജൻ ദാസ് എന്നാണ് CR ദാസിൻ്റെ മൊത്തത്തിലുള്ള പേര്. ചിത്തരഞ്ജൻ ദാസ്, CR ദാസ്, അദ്ദേഹമാണ് നിങ്ങൾ ആദ്യം കാണുന്ന ദിസ് പേഴ്സണാലിറ്റി. ദെൻ മോത്തിലാൽ നെഹ്റു, ഫാദർ ഓഫ് ജവഹർലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവിനെ നിങ്ങൾക്ക് കാണാം. ഇവർ രണ്ടുമാണ് സ്വരാജ് പാർട്ടിയുടെ ലീഡേഴ്സ്. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റാംബ റിബല്യൻ. ചൗരി ചൗര ഇൻസിഡൻറ്റിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിബല്യനാണ് റാംബ റിബല്യൻ. ഇതെവിടെയാണ് സംഭവിച്ചത്? എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ആരായിരുന്നു ലീഡർ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു റിബല്യനാണ് ഈ റാംബ റിബല്യൻ. നമ്മൾ മുണ്ട റിബല്യൻ, സന്താൾ റിബല്യൻ എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ന്യൂ ടെക്സ്റ്റിൽ നമ്മൾ അധികം വായിക്കാതെ പോയ ഒരു റിബല്യനെ പറ്റിയാണ് തരുന്നത്, റാംബ റിബല്യൻ. ആഫ്റ്റർ ദ ചൗരി ചൗര ഇൻസിഡൻറ്റ്, ആൻറ്റി ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂഡ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ ചൗരി ചൗര ഇൻസിഡൻറ്റിന് ശേഷം ഒരു ലാഗിങ് ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷവും ധാരാളം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളും ഇന്ത്യയിൽ നടന്നു. ദ ട്രൈബൽ മൂവ്മെൻറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഈസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ റാംബ റിബല്യൻ നടന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇറ്റ്സ് എ ട്രൈബൽ മൂവ്മെൻറ്റ് ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലുണ്ടായ ആന്ധ്രയിലെ ട്രൈബൽ ഗ്രൂപ്പ് നടത്തിയ ഒരു മൂവ്മെൻറ്റാണ് റാംബ മൂവ്മെൻറ്റ്. ദിസ് മൂവ്മെൻറ്റ് വാസ് നോൺ ആസ് റാംബ റിബല്യൻ. അപ്പോൾ ട്രൈബൽ പീപ്പിൾ, ആന്ധ്രാപ്രദേശിലെ ട്രൈബൽ പീപ്പിൾ ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റ്, ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു പ്രൊട്ടസ്റ്റാണ് റാംബ റിബല്യൻ. ഇറ്റ് വാസ് ലെഡ് ബൈ അല്ലൂരി സീതാരാമ രാജു. അല്ലൂരി സീതാരാമ രാജു വാസ് ദ ലീഡർ ഓഫ് റാംബ റിബല്യൻ. The agitation was against the British forest laws and exploitation by the money lenders. So this tribal group, this Alluri Sidarama Raju, he was the leader of a tribal group in Andhra Pradesh and they had so many problems. The British forest law, it exploited the people of this Andhra Pradesh tribal group and they were also exploited by the money lenders. അപ്പം ബ്രിട്ടീഷുകാർ അന്ന് കൊണ്ടുവന്ന ഫോറസ്റ്റ് ലോ ട്രൈബൽ പീപ്പിളിന് വളരെ എതിരായിരുന്നു. കാരണം എന്താണ്, ട്രൈബൽസ് കൂടുതലും അവരുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ട എല്ലാം ശേഖരിക്കുന്നത് അവർ ഫോറസ്റ്റിൽ നിന്ന്. അപ്പോൾ ഫോറസ്റ്റിലേക്ക് അവരെ പ്രവേശിപ്പിക്കാതിരിക്കുക, ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സെ കളക്ട് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കണമെന്ന് പറയുക, അതൊക്കെ വളരെ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമായിരുന്നു. ബട്ട് ഫോറസ്റ്റ് ലോയ്ക്കെതിരെയും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ്,
ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കാൻ ട്രൈബൽ പീപ്പിളിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ദേ എപ്പോഴും അവരെ ട്രൈബൽ പീപ്പിൾ പോയി മണി ലെൻഡേഴ്സിനോടാണ് പൈസ വാങ്ങുക. അപ്പോൾ ഈ മണി ലെൻഡേഴ്സും ഇവരെ വളരെയേറെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. സോ ദിസ് അജിറ്റേഷൻ വാസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ലോ ആൻഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ മണി ലെൻഡേഴ്സ്. ആരാണ് മണി ലെൻഡേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോ നാട്ടിലും ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ മണി ലെൻഡേഴ്സ് എന്ന് പറയുക. അവർ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും വാങ്ങുക. അതുകൊണ്ട് തന്നെ അത് വലിയൊരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും. The rebellion was suppressed by military units, Malabar Special Police and Assam Rifles. 3 ഗ്രൂപ്പ് ഓഫ് ടീമിനെ ഉപയോഗിച്ചാണ് ഈ റിബല്യൻ, റാംബ റിബല്യൻ ബ്രിട്ടീഷുകാരെ സപ്രസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? അവരുടെ തന്നെ ആർമി, മിലിറ്ററി യൂണിറ്റ്, ദെൻ മലബാർ സ്പെഷ്യൽ പോലീസ്. നമുക്കറിയാം കേരളത്തിൽ നടന്ന മാപ്പിള റിബല്യന് വേണ്ടി ഫോം ചെയ്ത ഒരു സ്പെഷ്യൽ പോലീസ് ഗ്രൂപ്പായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസ്. അവരെയും ആന്ധ്രയിലേക്ക് വിളിച്ചു. ആരെ അടിച്ചമർത്താനാണ്? ഈ റാംബ റിബല്യൻ നടത്തുന്ന ട്രൈബൽസിനെ. ദെൻ ആസാം റൈഫിൾസ്, അതും ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പാണ്. ആസാം റൈഫിൾസ് മിലിറ്ററി പോലെ തന്നെയാണ്, പക്ഷേ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. അവർ ഈ ഒരു റിബല്യൻ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു. ദ റിബല്യൻ വാസ് സപ്രസ്ഡ് ബൈ യൂസിങ് മിലിറ്ററി യൂണിറ്റ്സ്, മലബാർ സ്പെഷ്യൽ പോലീസ് ആൻഡ് ആസാം റൈഫിൾസ്. അല്ലൂരി സീതാരാമ രാജു ഹി വാസ് കിൽഡ് ഡ്യൂറിങ് ദ അജിറ്റേഷൻ. അപ്പം അതിൻ്റെ ലീഡറിനെ തന്നെ അവർ കൊന്നു കളഞ്ഞു. ഓക്കെ, അല്ലൂരി സീതാരാമ രാജു ഹി വാസ് കിൽഡ് ഇൻ ദ എൻകൗണ്ടർ വിത്ത് ദ ബ്രിട്ടീഷ് മിലിറ്ററി. ഓക്കെ, ദിസ് വാസ് ദ എൻഡ് ഓഫ് ദിസ് റാംബ റിബല്യൻ. അപ്പം നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു ഈ റാംബ റിബല്യൻ. കാരണം ഫോറസ്റ്റ് ലോയ്ക്കെതിരെയും മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെയും ആന്ധ്രയിലെ ട്രൈബൽസ് നടത്തിയ ഒരു വലിയ അജിറ്റേഷനായിരുന്നു റാംബ റിബല്യൻ. ഓക്കെ, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ആൻറ്റി സൈമൺ കമ്മീഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മളിനി 1928 വരിക. 1922 ഒക്കെ നമ്മൾ പിന്നിട്ടു. ചൗരി ചൗര ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ 1928 വരികയാണ്. 1928 ഇന്ത്യയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു. അത് സൈമൺ കമ്മീഷനെതിരെയായിരുന്നു. എന്താണ് ഈ സൈമൺ കമ്മീഷനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യക്കാരെ ഇത്രമാത്രം അജിറ്റേഷൻസ് ഉണ്ടാക്കിയത്, ഇത്രമാത്രം പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയത്? അതിന് ഒരു കാരണമുണ്ട്. കാരണം ഈ സൈമൺ കമ്മീഷൻ ബ്രിട്ടീഷുകാർ നിയമിച്ച ഒരു കമ്മീഷനായിരുന്നു. ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിനെ പറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസിനെ പറ്റി, ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് എങ്ങനെ ഒരു ഇന്ത്യയിലൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരാം എന്നൊക്കെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ സൈമൺ കമ്മീഷനെ വെച്ചത്. 7 മെമ്പേഴ്സ് ആയിരുന്നു സൈമൺ കമ്മീഷനിൽ. അതിലെ പ്രധാനപ്പെട്ട മെമ്പറായിരുന്നു സൈമൺ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കമ്മീഷൻ അറിയപ്പെടുക. സർ ജോൺ സൈമൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അപ്പോൾ സർ ജോൺ സൈമണിനെ കമ്മീഷണറാക്കിക്കൊണ്ട് 7 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് സൈമൺ കമ്മീഷൻ എന്ന പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോം ചെയ്യുകയും ഇന്ത്യയിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കൊണ്ടുവരേണ്ടത് എന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരാവശ്യപ്പെട്ടു. പക്ഷേ അത് നല്ല കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നും. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ലേ എന്ന് തോന്നും. പക്ഷേ അതിനകത്തൊരു ചതിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബാക്കി എല്ലാ പാർട്ടികളും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുകയും സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം, സ്ലോഗൻസൊക്കെ വിളിച്ചുകൊണ്ട് അവർ ബോംബെ തീരത്ത് സൈമൺ കമ്മീഷൻ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ അവിടെ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കതൊന്ന് പഠിച്ചേക്കാം. അപ്പോൾ ഏതാണ് നമ്മൾ ഏത് ഇയറിലേക്ക് വന്നു? 1928 എത്തിയിരിക്കുക. The British appointed a commission led by Sir John Simon to recommend constitutional reforms for India. All 7 members of the commission were British. അതായിരുന്നു പ്രോബ്ലം. ഇപ്പം നമ്മൾ സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാരെ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മറ്റ് പാർട്ടികളെ, സ്വരാജ് പാർട്ടിയൊക്കെ റിജക്റ്റ് ചെയ്യാനുള്ള ഏക കാരണം ഇതാണ്. all 7 members of the commission were British. ബ്രിട്ടീഷുകാരായിരുന്നു ആ കമ്മീഷനിലെ all 7 members. No Indian in that particular commission. അപ്പോൾ ഒരു ഇന്ത്യക്കാരനെ എടുക്കാറുണ്ടല്ലോ. എത്രയോ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള, എത്രയോ ഹൈ എഡ്യൂക്കേഷനുള്ള, എത്രയോ
നല്ല ലീഡർഷിപ്പുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ആരെയും അവരതിനകത്തൊരു മെമ്പറാക്കിയില്ല. ഒരു സിംഗിൾ പേഴ്സണെ പോലെയും അതിനകത്ത് മെമ്പറാക്കിയില്ല. All 7 members of the Simon Commission were British. For this reason, Congress and some other political parties decided to boycott Simon Commission. So, Congress party and other political parties in India, they take a decision to boycott Simon Commission. Why? Because all 7 members of the Simon Commission were British. The entire country observed a hartal. അപ്പം നമ്മൾ അന്നേ തുടങ്ങിയതാണ് ഹർത്താൽ കേട്ടോ. സൈമൺ കമ്മീഷൻ ഇറങ്ങുന്ന ദിവസം ഏതായിരുന്നു? February 3, 1928. അന്ന് ഒരു ഹർത്താൽ ഒബ്സർവ് ചെയ്തു. എന്താണ് ഹർത്താൽ എന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻറ്റയർ കൺട്രി, കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ദ എൻറ്റയർ കൺട്രി ഒബ്സർവ് എ ഹർത്താൽ ഓൺ ദി ഡേ ദ കമ്മീഷൻ അറൈവ്ഡ് ഇൻ ഇന്ത്യ, February 3, 1928. സ്ട്രീറ്റ്സ് അക്രോസ് ഇന്ത്യ റീസൗണ്ടഡ് വിത്ത് ദ സ്ലോഗൻ സൈമൺ ഗോ ബാക്ക്. അപ്പോൾ ഇന്ത്യയിലെ ഹർത്താലാണെങ്കിലും അവർ സമാധാനപരമായ റാലികളൊക്കെ സംഘടിപ്പിച്ചു. അവിടെ മുഴുവൻ ഒരൊറ്റ സ്ലോഗനായിരുന്നു മുഴങ്ങിക്കേട്ടത്. എന്താണ് ഈ സ്ലോഗൻ എന്നുള്ള വാക്കിൻ്റെ മലയാളം മുദ്രാവാക്യം? എന്താണ് അവർ പറഞ്ഞത്? സൈമൺ ഗോ ബാക്ക്, സൈമൺ തിരിച്ചു പോകൂ, സൈമൺ കമ്മീഷൻ തിരിച്ചു പോകൂ. ഡ്യൂറിംഗ് ദ പ്രൊട്ടസ്റ്റ് ലാല ലജ്പത് റായ് വാസ് സിവിയർലി ഇൻജോർഡ് ഇൻ എ ലാത്തി ചാർജ്. സോ our famous leader, our top leader, ലാല ലജ്പത് റായ്, ലാൽ ബാൽ പാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? 3 ലീഡേഴ്സിനെ, ലാല ലജ്പത് റായ്, ബാൽ ഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ഇങ്ങനെ 3 ലീഡേഴ്സ് നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് ആയിരുന്നു. ബാൽ, പാൽ, ലാൽ. ഇതിലെ ലാല ലജ്പത് റായ്, ലാൽ എന്നറിയപ്പെടുന്ന ലാല ലജ്പത് റായ്, അദ്ദേഹം ഒരു വളരെ ഏജ്ഡായിട്ടുള്ള, നമ്മൾ വളരെയേറെ ബഹുമാനിക്കുന്ന അന്നത്തെ ഒരു ടോപ്പ് ലീഡറായിരുന്നു ലാല ലജ്പത് റായ്. അദ്ദേഹവും ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റിൽ അദ്ദേഹവും ലീഡർഷിപ്പ് എടുക്കുകയും റാലികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അപ്പം ലാത്തിച്ചാർജ് നടന്നു. ലാല ലജ്പത് റായിയെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി ലാത്തിച്ചാർജ് ചെയ്തു. അദ്ദേഹത്തിന് വലിയ പരിക്ക് പറ്റി. അദ്ദേഹം അതിനെ തുടർന്ന് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന് ജീവനെടുത്ത ഒരു ലാത്തിച്ചാർജ് നടന്നു. നമുക്കറിയാം, ഇതിന് പകരമായിട്ട് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ നമ്മുടെ ഭഗത് സിംഗിൻ്റെ ഗ്രൂപ്പ്, അവരുടെ കൂടെയുള്ള എക്സ്ട്രീം ഗ്രൂപ്പ് കൊന്നുകളയുകയും ചെയ്തു. അതിന് പകരം ചോദിച്ചു. അപ്പോൾ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമായിരുന്നു ഈ ലാല ലജ്പത് റായിയുടെ ലാത്തിച്ചാർജ്. അപ്പോൾ അത് സംഭവിച്ചത് ഈ സൈമൺ കമ്മീഷനെതിരെ നടന്ന സംഭവത്തിൽ, ഈ പ്രൊട്ടസ്റ്റിലാണ്. അത് നിങ്ങൾ ഓർത്തോണം. ഡ്യൂറിങ് ദിസ് പ്രൊട്ടസ്റ്റ് the Lala Lajpat Rai, he was severely injured in a lathi charge. A constitutional reform report known as the Nehru Committee report prepared and submitted to the British government. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസും പറഞ്ഞു, നിങ്ങൾ സൈമൺ കമ്മീഷനെ പറ്റിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഒന്നും നിങ്ങൾ അതിനുവേണ്ടി റിപ്പോർട്ടൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾക്കത് ഉണ്ടാക്കാൻ അറിയാം. നെഹ്റു കമ്മീഷൻ, ജവഹർലാൽ നെഹ്റുവിനെ ഹെഡാക്കിക്കൊണ്ട് ഒരു കമ്മീഷൻ ഇന്ത്യയിൽ തന്നെ ഫോം ചെയ്യുകയും നമ്മൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അത് അടിപൊളിയായി അല്ലേ? അതൊരു അടിപൊളി സംഭവമായിരുന്നു. സൈമൺ കമ്മീഷൻ 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരൊറ്റ സിംഗിൾ ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ തനിച്ച് അവരൊരു കമ്മീഷൻ പോലെ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തു. അതിൻ്റെ ഹെഡ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള പേരിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോം റിപ്പോർട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസും തയ്യാറാക്കുകയും ദേ സബ്മിറ്റഡ് ഇറ്റ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അത് പൊളിച്ചു അല്ലേ? അങ്ങനെ ചെയ്തു. അപ്പോൾ സൈമൺ കമ്മീഷനെ ഗോബായ്ക്ക് വിളിക്കുകയും അതിനെതിരെ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയും ഹർത്താൽ സംഘടിപ്പിക്കുകയും സൈമൺ കമ്മീഷനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ എൻഡ് എങ്ങനെയാണ് വന്നത്? നമ്മൾ ഇന്ത്യക്കാർ തന്നെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള പേരിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോം റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തു. ആർക്ക് പ്രസൻറ്റ് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പ്രസൻറ്റ് ചെയ്തു. അത് അവരോട് കാണിച്ച അവർക്ക് കൊടുത്ത ഒരു നല്ല പണിയായിപ്പോയി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ നടന്ന സമരത്തിൻ്റെ ബോംബെയിൽ വെച്ചെടുത്ത ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ബാർഡോലി പെസന്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഏത് ഇയറിലാണ് നിൽക്കുന്നത്? 1928. സൈമൺ കമ്മീഷൻ്റെ വർഷം 1928. ബാർഡോലി പെസന്റ് മൂവ്മെൻറ്റും 1928. ഇത്
ഇവിടെ നമ്മൾ ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറിനെ നമ്മൾ കാണാൻ പോവുക. അതാരായിരുന്നു? നമുക്കറിയാം, നമ്മളെല്ലാവരും അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇതുവരെയും നമ്മൾ പഠിച്ച ഒരു മൂവ്മെൻറ്റിലും നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേര് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ നമ്മൾ ഇപ്പം കാണാൻ പോവുക. സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിയാണ്. അദ്ദേഹം ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഒരു ടോപ്പ് ലീഡറാണ്. നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അതായത് നെഹ്റു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ അദ്ദേഹത്തിനായിരുന്നു. അത്രമാത്രം ഒരു ഗ്രേറ്റ് ലീഡറായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ നമ്മുടെ സീനിലേക്ക് വരികയാണ്. ഓക്കെ, 1928 ഗുജറാത്തിലെ ബാർഡോലിയിൽ ഒരു പെസൻറ്റ് മൂവ്മെൻറ്റ് നടന്നു. അതിന് ലീഡർഷിപ്പ് കൊടുത്തത് അവിടെ തന്നെ ജനിച്ചു വളർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡറായ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. നമുക്കറിയാം, പട്ടേലിൻ്റെ ഒരു വലിയ പ്രതിമ നമുക്ക് ഇപ്പോൾ ഗുജറാത്തിലുണ്ട്. നമുക്കത് അവിടെ പോകുമ്പോൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അദ്ദേഹം അത്ര വലിയ ഒരു ഗ്രേറ്റ് ലീഡറാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ലെഡ് ദ മൂവ്മെൻറ്റ്. വിച്ച് മൂവ്മെൻറ്റ്? ബാർഡോലി പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ഗുജറാത്ത്. ദ മെയിൻ കോസ് ഓഫ് ദി അജിറ്റേഷൻ വാസ് ഇൻക്രീസ് ഇൻ ടാക്സ്. അപ്പം പെസൻസിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടാക്സാണ് അല്ലേ? അപ്പം വലിയ ടാക്സ് ബ്രിട്ടീഷുകാർ അവിടെ ഏർപ്പെടുത്തി. അതിനെതിരെയായിരുന്നു ഈ സമരം, ബാർഡോലി പെസൻറ്റ് മൂവ്മെൻറ്റ്. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ഇൻക്രീസ് ഇൻ ടാക്സ്. ദ പെസൻസ് റെഫ്യൂസ് ടു പേ ടാക്സ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അവരോട് പറഞ്ഞു, നോട്ട് ടു പേ ടാക്സ്, നിങ്ങൾ ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യും? അവർ ഇവരുടെ വെഹിക്കിൾസും ടൂൾസും ഇവരുടെ ലാൻഡും ഒക്കെ സീസ് ചെയ്യാൻ തുടങ്ങി, പിടിച്ചെടുത്തോണ്ട് പോകാൻ തുടങ്ങി. എന്താണ് അതിന് പറയുന്നത്? നമ്മൾ അതിൻ്റെ ഒരു പേരുണ്ടല്ലോ, നമ്മൾ പറയുന്നത് ഈ ബാങ്കിലൊക്കെ പൈസ അടച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? നമ്മുടെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകും അല്ലേ എന്ന് പറയുന്നത് പോലെ ടാക്സ് പേ ചെയ്യാഞ്ഞതുകൊണ്ട് പെസൻസിൻ്റെ വീട്ടിൽ കയറി അവരുടെ ടൂൾസ്, വെഹിക്കിൾസ്, ആനിമൽസിനെ വരെ പിടിച്ചുകൊണ്ട് പോയി. ഓക്കെ, ദ ഗവൺമെൻറ് സീസ് ദ പെസൻസ് ലാൻഡ്സ്, ഡൊമസ്റ്റിക് ആനിമൽസ്, വെഹിക്കിൾസ്. ജപ്തി എന്ന് നമ്മൾ പറയും അല്ലേ, മലയാളത്തിൽ ജപ്തി എന്ന് പറയും. ദേ സീസ്ഡ് ദ പെസൻസ് ലാൻഡ്സ്, ഡൊമസ്റ്റിക് ആനിമൽസ്, വെഹിക്കിൾസ്, അഗ്രികൾച്ചറൽ ടൂൾസ്, എവറിത്തിങ് ദേ സീസ്ഡ്. സോ സർദാർ പട്ടേൽ ഇൻസ്ട്രക്റ്റഡ്. സർദാർ പട്ടേൽ അവരോട് പറഞ്ഞു, പെസൻസിനോട് പറഞ്ഞു, പുൾ യുവർ കാർഡ്സ് ടു പീസ് ആൻഡ് കീപ്പ് ഇറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. നിങ്ങളെ കാർഡ്സൊക്കെ, ഇവരുടെ ബുള്ള കാർഡ്സും ഇവർ അഗ്രികൾച്ചറൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് കാർഡ്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ പല പീസാക്കി നിങ്ങൾ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടേക്കണം. പിന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോകും? കാട്ടായിട്ട് കിടന്നാലല്ലേ ജപ്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം പെസൻസിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? പുൾ യുവർ കാർഡ്സ് ടു പീസ്. നിങ്ങളുടെ കാർട്ടുകളൊക്കെ പല പീസാക്കണം. ചക്രം ഒരിടത്തെ അതിൻ്റെ ഓരോരോ പീസ് ഭാഗങ്ങളാക്കുക. ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല പല സ്ഥലത്ത് കൊണ്ടുപോയിടുക. ഓക്കെ, ഫൈനലി ദ ഗവൺമെൻറ് റിവോക്ക് ദ ഇൻക്രീസ്ഡ് ടാക്സ്. അപ്പോൾ ജപ്തി ചെയ്യാൻ വരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ഓരോരോ പീസുകളൊക്കെ കിടക്കുന്ന കാണും, അവർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബാർഡോലി പെസൻറ്റ് മൂവ്മെൻറ്റ് ഒരു സക്സസ് ആയി. ദ ഗവൺമെൻറ് റിവോക്ക് ദ ഇൻക്രീസ്ഡ് ടാക്സ്. അവർ ഏത് ടാക്സ് ആണോ വർദ്ധിപ്പിച്ചത് ആ ടാക്സ് അവർ റിവോക്ക് ചെയ്തു. ഓക്കെ, ദേ റെഡ്യൂസ് ദ ടാക്സ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ് ഫോർ സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ദ പെസൻസ് ഓഫ് ബാർഡോലി. അപ്പോൾ ബാർഡോലി പെസൻസ് എന്നാണ് നടന്നത്? 1928. ആരായിരുന്നു ലീഡർ? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഇൻക്രീസ് ഇൻ ടാക്സ് ആണ് പ്രശ്നം. പെസൻസ് എന്താണ് ചെയ്തത്? ദേ റെഫ്യൂസ് ടു പേ ടാക്സ്. ഓക്കെ, ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനം. കോൺഗ്രസ് എല്ലാ വർഷവും ആനുവൽ മീറ്റിംഗ് കൂടും. പക്ഷേ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മീറ്റിംഗ് ഉണ്ടല്ലോ, 29 നമ്മൾ ചാടിക്കേറിയേ. 28 ബാർഡോലി പെസൻറ്റ് സ്ട്രഗിൾ നടന്നു, സൈമൺ കമ്മീഷൻ വന്നു. അപ്പോൾ 28 രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമുക്ക് 29 കയറാം. 29 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ആനുവൽ മീറ്റിംഗ് നടന്നു. അത് ലാഹോറിൽ വെച്ചാണ് നടന്നത്. ഐ ടോൾഡ് യു എർലിയർ, ലാഹോർ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ആ കൺട്രി. നമ്മുടെ കൺട്രിയുടെ ഭാഗമായിരുന്നു അന്ന് ലാഹോർ. പിന്നീട് പാർട്ടിഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ലാഹോർ പാകിസ്ഥാനിലേക്ക് പോയത്. അപ്പോൾ ലാഹോറിൽ വെച്ച് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ആനുവൽ മീറ്റിംഗ് നടന്നു. പക്ഷേ ആ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും കേട്ടോ, ഉറപ്പായിട്ടാണ്. നിങ്ങളിവിടെ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാഹോർ കോൺഗ്രസ്
മീറ്റിംഗ്. അവിടെ കുറച്ച് ഡിസിഷൻസ് എടുത്തു. അതിൻ്റെ ലീഡർഷിപ്പ് അതിൻ്റെ പ്രസിഡന്റ് തന്നെ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു. ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായിട്ടുള്ള, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ലാഹോർ കോൺഗ്രസ് മീറ്റിംഗ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. വാട്ട് മെയ്ഡ് ദ ലാഹോർ കോൺഗ്രസ് എ മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ? കണ്ടോ, ഒരു നാഴികക്കല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മൈൽ സ്റ്റോൺ. ഓക്കെ, പണ്ട് കാലത്ത് നമ്മൾ നടന്നു പോകുന്ന യാത്രക്കാർക്ക് വേണ്ടി ഓരോ മൈലും കഴിയുമ്പോൾ ഓരോ കല്ലിടും. അവർക്കത് മനസ്സിലാകാൻ എത്രമാത്രം പോയി എന്നുള്ളത്. ആ കല്ലേലെ അത് എത്ര മൈലായി എന്നുള്ളത് എഴുതി വെച്ചിരിക്കും. ഇപ്പോഴും നമ്മുടെ ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ 12 മൈൽ, 14 മൈൽ, 18 മൈൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് പഴയ ഒരു അളവാണ്. അത് 1 കിലോമീറ്റർ അല്ല, 1.5 കിലോമീറ്ററോളം വരും ഒരു മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? നാഴികക്കല്ല് അല്ലേ? ഓരോ ഇതും കഴിയുമ്പോൾ ഇടുന്ന കല്ലിനാണ് മൈൽ സ്റ്റോൺ. അപ്പോൾ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ലാഹോർ കോൺഗ്രസ് മീറ്റിംഗ്. മറ്റ് കോൺഗ്രസ് മീറ്റിംഗ് പോലൊന്നും അതിനെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സിഗ്നിഫിക്കൻറ്റ്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ദ ലാഹോർ കോൺഗ്രസ് 1929 December വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദാറ്റ് കോൺഗ്രസ് മീറ്റിംഗ്. അതിൻ്റെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. ഇറ്റ് വാസ് വെരി സിഗ്നിഫിക്കൻറ്റ് because the Congress demanded complete freedom for the first time. കോൺഗ്രസ് അതുവരെയും കുറച്ച് റീഫോംസ് കൊണ്ടുവരണമെന്നൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സമ്മേളനത്തിൽ കോൺഗ്രസ് 2 ചുവട് മുന്നോട്ട് വെച്ചു. എന്നിട്ട് അവരൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു? കംപ്ലീറ്റ് ഫ്രീഡം. കംപ്ലീറ്റ് ഫ്രീഡം. നിങ്ങൾ ഇവിടുന്ന് കംപ്ലീറ്റ് പൊയ്ക്കോ, ഫ്രീഡം ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണം. അല്ലാതെ നിങ്ങൾ തരുന്ന പോലെ ഹാഫ്, 1.5, 3/4 ഇത്ര ഒന്നും ഞങ്ങൾക്ക് പോരാ. വി വാണ്ട് കംപ്ലീറ്റ് ഫ്രീഡം. ദറ്റ് വാസ് ദ ഫസ്റ്റ് ഡിമാൻഡ് ഓഫ് കോൺഗ്രസ് ഇൻ ലാഹോർ കോൺഗ്രസ് മീറ്റിംഗ്. ദ കോൺഗ്രസ് ഡിമാൻഡഡ് കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വരാജ്, അങ്ങനെ നമുക്ക് പറയാം, പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ദ ഫസ്റ്റ് ടൈം. ഇറ്റ് എൻട്രസ്റ്റഡ് ഗാന്ധിജി വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ടു ലോഞ്ച് എ മാസ് മൂവ്മെൻറ്റ് ടു അച്ചീവ് ദിസ് ഗോൾ. ആ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയെ പ്രത്യേകം തിരഞ്ഞെടുത്തു. എന്തിനാണ്? അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങ് കൊടുത്തു. ഈ ഒരു ഗോളിന് വേണ്ടി, കംപ്ലീറ്റ് ഫ്രീഡം എന്ന ഗോളിന് വേണ്ടി ഗാന്ധിജിക്ക് എന്തെല്ലാം മൂവ്മെൻറ്റ്സ്, മാസ് മൂവ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യാവോ അതെല്ലാം ചെയ്തോളാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. നമുക്കറിയാം, ഒരു വലിയ പാർട്ടി അനുവാദം കൊടുക്കാതെ അതിൻ്റെ ലീഡറിന് പോലും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ലാഹോർ കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധിജിയെ സ്പെഷ്യലി ചൂസ് ചെയ്യുകയും he was entrusted by the responsibility to launch a mass movement to achieve this goal. അപ്പോൾ ഈ ഗോളിന് വേണ്ടി ഗാന്ധിജി ഏത് സ്റ്റെപ്പ് എടുത്തോളാൻ പറഞ്ഞു. they entrusted Gandhiji to take the responsibility to launch a mass movement to achieve this goal, which goal? A complete freedom for India. The tricolor flag was formally adopted. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഈ ഇന്ത്യക്കൊരു ഫ്ലാഗ് വേണമെന്ന് നേരത്തെ തൊട്ടേ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. പലരും പല രീതിയിലുള്ള ഫ്ലാഗുകൾ ഉണ്ടാക്കി ലീഡേഴ്സിനെ കാണിക്കുകയും ജനങ്ങളെ കാണിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ റിജക്റ്റ് ചെയ്തു, ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ അവസാനം ഈ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യയുടെ ഫ്ലാഗായിട്ട് ട്രൈക്കളർ ഫ്ലാഗിനെ, നമുക്കറിയാം കുങ്കുമം, വെള്ള, പച്ച അല്ലേ, ഈ ട്രൈക്കളർ ഫ്ലാഗിനെ ഫോർമലി അഡോപ്റ്റഡ്. അവർ ഫോർമലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെയല്ല, കോൺഗ്രസ് സമ്മേളനം പ്രമേയം പാസ്സാക്കിക്കൊണ്ട് തന്നെ ട്രൈക്കളർ ഫ്ലാഗിനെ അവർ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് നടന്ന എല്ലാ കോൺഗ്രസ് മീറ്റിങ്ങുകളിലും ആ ട്രൈക്കളർ ഫ്ലാഗ് അവർ ഹോയിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 1929 മുതലാണ് നമ്മുടെ ട്രൈക്കളർ ഫ്ലാഗ് ഫോർമലി അക്സെപ്റ്റഡ് ആവുകയും അതിനെ പിന്നീട് ഹോയിസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാഹോർ കോൺഗ്രസ് മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് പഠിച്ചോണം. നെഹ്റു ആയിരുന്നു അതിൻ്റെ ലീഡറെ. 1929 ഡിസംബറിലാണ് അത് നടന്നത്. അതുപോലെ തന്നെ അതിന് വലിയ വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കംപ്ലീറ്റ് ഫ്രീഡം ഡിമാൻഡ് ചെയ്തു, ഗാന്ധിജി അതിനുവേണ്ടി ഇൻട്രസ്റ്റ് ചെയ്തു, ട്രൈക്കളർ ഫ്ലാഗിനെ ഫോർമലി അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും കൂടെ ഇരിക്കുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അവരുടെ തമ്മിലുള്ള ഒരു ഐക്യവും സ്നേഹവും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയെ ഈ രീതിയിൽ രൂപീകരിച്ച നമ്മുടെ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവും ഫാദർ ഓഫ് അവർ നേഷൻ എന്നറിയപ്പെടുന്ന മഹാത്മജിയുമാണ് നിങ്ങളിവിടെ കാണുന്നത്.
ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മളൊരു 29 വരെ നിൽക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ 1930 കയറാൻ പോവുക. 1930 മുതലുള്ള ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുക. അവിടെ നമ്മൾ സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റ്, സോൾട്ട് സത്യാഗ്രഹ പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണുക. നിങ്ങൾ ഡൗട്ടുകളുണ്ടെങ്കിൽ ടീച്ചറിന് കമൻ്റ് ഇടുക. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് കമൻ്റ് ഇടുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.